വെസ്റ്റീജ് ലീഡറായ ശ്രീ സന്തോഷ് യാദവാണ്. അതെ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെ മാറിമറിഞ്ഞു എന്നതിനെക്കുറിച്ചാണ് ആ വീഡിയോ. അതെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് കോടീശ്വരനായി മാറിയ ഒരാളുടെ കഥ. ഇത്തരം കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഈ കഥ അതേപടി പറയുക എന്നതിലുപരി എന്തുകൊണ്ടാണ് ഇത്തരം കഥകൾക്ക് ഇത്രയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്? ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഒരു സിമ്പിൾ അവസരത്തിന് എങ്ങനെ സാധിക്കും? ശരിയാണ്. അപ്പോ നമുക്ക് ഈ വീഡിയോയുടെ ഓരോ ഭാഗവും എടുത്ത് ഒന്ന് വിശദമായി പരിശോധിക്കാം. തുടങ്ങാം. അപ്പോൾ തുടക്കം സന്തോഷ് യാദവിന്റെ കുട്ടിക്കാലം. ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ഒരു കർഷകന്റെ മകനായിട്ടാണ് ജനനം. വീഡിയോയിൽ പറയുന്നതനുസരിച്ച് കടുത്ത ദാരിദ്ര്യമായിരുന്നു. 6ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ പഠിക്കാൻ പറ്റിയില്ല. നേരെ ഡൽഹിയിലേക്ക്. ഓഹോ. അവിടെ അച്ഛൻ ഒരു തോട്ടക്കാരനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഡൽഹിയിലെ ജീവിതം അതിലും കഷ്ടമായിരുന്നു എന്ന് വേണം പറയാൻ. അതായത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, 50 പൈസയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്ന കാലത്ത് അതുപോലും വാങ്ങാൻ പണമില്ലാതെ വിഷമിച്ച ദിവസങ്ങളുണ്ടായിട്ടുണ്ടെന്ന്. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഏതൊരു നല്ല കഥയുടെയും തുടക്കം ഇങ്ങനെയായിരിക്കും. മുൻപ് എന്നൊരു ചിത്രം അത് വളരെ വ്യക്തമായി ശക്തമായി വരച്ചു കാണിക്കുന്നു. അതെ. കേൾക്കുന്ന ഏതൊരാൾക്കും സ്വന്തം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുമായി ഇതിനെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. ആ 50 പൈസയുടെ വെള്ളം എന്ന ഒരു ചെറിയ ഉദാഹരണം മാത്രം മതി ആ ദാരിദ്ര്യത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ. ശരിയാണ്. ഇതൊരു മനഃശാസ്ത്രപരമായ സംഗതി കൂടിയാണ്. തുടക്കത്തിൽ ഇത്രയധികം കഷ്ടപ്പാടുകൾ കാണിക്കുമ്പോൾ പിന്നീട് വരുന്ന വിജയത്തിന് ഭയങ്കരമായൊരു തിളക്കം കിട്ടും. ആ ഒരു താരതമ്യം അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വർഷങ്ങൾ കടന്നുപോയി, അദ്ദേഹം ഒരു ജോലിക്ക് കയറിയെങ്കിലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006-ൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സെമിനാറിൽ പങ്കെടുക്കുന്നത്. അതൊരു പുതിയ ലോകമായിരുന്നു അദ്ദേഹത്തിന്. തീർച്ചയായും. അവിടെ എല്ലാവരും ചിരിക്കുന്നു, പാട്ടുപാടുന്നു, പരസ്പരം അഭിനന്ദിക്കുന്നു. എന്താ പറയാ, ഒരു പോസിറ്റീവ് എനർജിയുടെ ലോകം. ആലോചിച്ചു നോക്കൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ ജോലി ചെയ്ത് യാതൊരു അംഗീകാരവും കിട്ടാതെ ജീവിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു അന്തരീക്ഷം കാണുമ്പോൾ എന്തു തോന്നും? ശരിയാണ്, അതൊരു വലിയ ആകർഷണം തന്നെയാണ്. അതെ. ഡയറക്ട് സെല്ലിംഗ് മോഡലിന്റെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് ഇതാണ്. അതൊരു ബിസിനസ് അവസരം മാത്രമല്ല, ഒരു സമൂഹം കൂടിയാണ് അവർ ഓഫർ ചെയ്യുന്നത്. നിങ്ങളെപ്പോലെ സ്വപ്നം കാണുന്ന ഒരുപാട് പേരുള്ള ഒരിടം. ആ സെമിനാറിൽ നിന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ കയറിക്കൂടിയ ഒരു വാചകമുണ്ട്. എന്തായിരുന്നു അത്? സ്വപ്നങ്ങൾ കാണുകയും സത്യസന്ധമായി പ്രയത്നിക്കുകയും ചെയ്താൽ തലമുറകളായി തുടരുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ കഴിയുന്നൊരു മേഖല ഇന്ത്യയിലുണ്ട്. വളരെ ശക്തമായ ഒരു വാചകമാണത്. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ തോന്നി. പക്ഷേ അതിലൊരു രസമുണ്ട്. അന്ന് അദ്ദേഹം ആ അവസരം സ്വീകരിച്ചില്ല. അതാണ് ഈ കഥയെ കൂടുതൽ വിശ്വസനീയമാക്കുന്നത്. അതെ. എല്ലാം കേട്ട ഉടനെ എടുത്തു ചാടിയില്ല എന്നത് അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് ഒരു സ്വാഭാവികത നൽകുന്നു. ഒരുപക്ഷേ മനസ്സിലൊരു സംശയം കാണും, അല്ലെങ്കിൽ ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയാവും. ശരിയാണ്. അല്ലെങ്കിൽ അത്തരം വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ചെറിയ നിമിത്തം കൂടി വേണ്ടിവരുമല്ലേ? അതെ. ആ നിമിത്തം വന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. 2012-ൽ, അതായത് ആ സെമിനാർ കഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷം. 6 വർഷം? അതെ. ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് കണ്ട ഒരു അപരിചിതനാണ് അദ്ദേഹത്തോട് വെസ്റ്റീജിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതായിരുന്നു ജീവിതത്തിലെ ആ വഴിത്തിരിവ്. ഒരു അപരിചിതൻ? അതെ. തുടർന്ന് അദ്ദേഹം ഒരു വെസ്റ്റീജ് മീറ്റിംഗിൽ പങ്കെടുത്തു. അവിടെ കണ്ട കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ എല്ലാ സംശയങ്ങളും മാറ്റിയത്. എന്തായിരുന്നു ആ കാഴ്ച? അവിടെ വിജയിച്ച ആളുകളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, വലിയ വിദ്യാഭ്യാസമില്ലാത്ത കർഷകരുണ്ട്, കോളേജ് വിദ്യാർത്ഥികളുണ്ട്, വീട്ടമ്മമാരുണ്ട്. ഓഹോ, സമൂഹത്തിന്റെ എല്ലാ തട്ടിൽ നിന്നുമുള്ള ആളുകൾ. അത് തന്നെ. അതാണ് അദ്ദേഹത്തെ ഏറ്റവും ആകർഷിച്ചത്. പിന്നെ അവരുടെ വരുമാനത്തിന്റെ കണക്കുകളും. ചിലർ മാസം 50,000 രൂപ സമ്പാദിക്കുന്നു, മറ്റു ചിലർ 1 ലക്ഷം, 2 ലക്ഷം, അവസാനം മാസം 26 ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്ന ഒരാളെക്കൂടി കണ്ടപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഇവിടെയാണ് സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രപരമായ തത്വം വളരെ ശക്തമായി പ്രവർത്തിക്കുന്നത്. സോഷ്യൽ പ്രൂഫ്? അതെ. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ, അല്ലെങ്കിൽ നമ്മളെക്കാൾ താഴെക്കിടയിലുള്ളവർ എന്ന് നമ്മൾ കരുതുന്നവർ പോലും വലിയ വിജയം നേടുന്നത് കാണുമ്പോൾ അവർക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും കഴിയില്ല എന്നൊരു ചിന്ത സ്വാഭാവികമായി വരും. ശരിയാണ്, ആ ഒരു ചിന്ത വരും. വിദ്യാഭ്യാസമോ പണമോ പാരമ്പര്യമോ ഒന്നും ഒരു തടസ്സമല്ല എന്നൊരു സന്ദേശമാണ് അതിലൂടെ കിട്ടുന്നത്. ഇത് ഈ ബിസിനസ് മോഡലിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ്. ശരിയാണ്. പക്ഷെ ഒരു ചോദ്യം, ഒരു അപരിചിതൻ വഴിയിൽ വെച്ച് പറയുന്നത് കേട്ട് ഇത്ര വലിയൊരു തീരുമാനമെടുക്കാൻ സാധാരണ ഒരാൾക്ക് കഴിയുമോ?
നല്ല ചോദ്യമാണ്. ഒരു മീറ്റിംഗിൽ പങ്കെടുത്തതുകൊണ്ട് മാത്രം ജീവിതം മാറ്റാൻ തീരുമാനിക്കുമോ? അതിൽ കുറച്ച് അതിശയോക്തിയില്ലേ? ഉം. വീഡിയോയിൽ ഈ കഥ അവതരിപ്പിക്കുന്നത് വളരെ ലളിതമായിട്ടാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? 2006 കേട്ട ആ ആശയം 6 വർഷമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ എവിടെയോ കിടക്കുന്നുണ്ടായിരുന്നു. ആ അപരിചിതൻ ഒരു നിമിത്തം മാത്രമായിരുന്നു. ശരിയാണ്. ആ മീറ്റിംഗിൽ കണ്ട കാഴ്ചകൾ ആ പഴയ ആഗ്രഹത്തിന് വീണ്ടും ജീവൻ നൽകി. 26 ലക്ഷം എന്നൊക്കെ കേൾക്കുമ്പോ 50 പൈസയ്ക്ക് വെള്ളം വാങ്ങാൻ കാശില്ലാതിരുന്ന ഒരാളുടെ മനസ്സിൽ എന്ത് മാറ്റമായിരിക്കും വന്നിട്ടുണ്ടാവുക? അത് ശരിയാണ്. ആ ഒരു നിമിഷം. അതെ, ആ ഒരു നിമിഷമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷം. അതാ അവസരത്തിന്റെ ഒരു ശക്തിയാണ്. ആ തീരുമാനം അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിച്ചു. 12 വർഷം കൊണ്ട് സന്തോഷ് യാദവ് നേടിയെടുത്ത കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. എന്തൊക്കെയായിരുന്നു പ്രധാന നേട്ടങ്ങൾ? വീഡിയോയിൽ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് ഇന്ന് 5 കാറുകളുണ്ട്. 5 കാറുകളോ? അതെ, ആദ്യത്തെ കാർ ഒരു സെലേരിയോ ആയിരുന്നു. പിന്നീടത് മെഴ്സഡസ് ബെൻസ്, ഓഡി തുടങ്ങിയ ആഡംബര കാറുകളിലേക്ക് മാറി. കൊള്ളാം. പാരീസ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് അന്താരാഷ്ട്ര യാത്രകൾ. ഡൽഹിയിൽ മാത്രം 10 മുതൽ 15 കോടി രൂപയുടെ ആസ്തി. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ അവരുടെ വീടിനെ ഒരു കൊട്ടാരം പോലെ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതൊക്കെ ഒരു സാധാരണക്കാരന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളാണ്. കാറുകൾ, വിദേശയാത്ര, വലിയ വീട്. അതെ. വിജയം എത്രത്തോളം വലുതാണെന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണിത്. പക്ഷെ ഇതിലെല്ലാം ഉപരിയായി ആ വീഡിയോയിൽ പറയുന്ന 2 ആശയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെയാണത്? യങ് റിട്ടയർമെന്റ്, പിന്നെ ടൈം ഫ്രീഡം. അതെ, യുവത്വത്തിലെ വിരമിക്കൽ, സമയത്തിന്റെ സ്വാതന്ത്ര്യം. കേൾക്കാൻ നല്ല രസമുള്ള വാക്കുകളാണിത്. പക്ഷെ എന്താണിതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? കൃത്യമായി പറഞ്ഞാൽ, പണം ഒരു വിഷയമല്ലാതാവുകയും നമ്മുടെ സമയത്തിനു മുകളിൽ നമുക്ക് പൂർണ്ണമായ നിയന്ത്രണം ലഭിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ആ, അതാണല്ലേ സംഗതി. ഇവിടെയാണ് ഈ അവസരത്തിന്റെ യഥാർത്ഥ ആകർഷണം. സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു ഭാഗം മാത്രം. അതിനപ്പുറം ആർക്കുവേണ്ടി ജോലി ചെയ്യണം, എപ്പോൾ ചെയ്യണം, എത്ര സമയം ചെയ്യണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന അവസ്ഥ. ശരിയാണ്. ഇന്നത്തെ കാലത്ത് പണത്തേക്കാൾ വലിയ സ്വത്തായി പലരും സമയത്തെയാണ് കാണുന്നത്. അത് തന്നെ. കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആശയം വലിയ പ്രചോദനമാകും. ഈ എല്ലാ നേട്ടങ്ങളെയും വെസ്റ്റീജ് എന്ന ഒരൊറ്റ പ്ലാറ്റ്ഫോമുമായിട്ടാണ് വീഡിയോ ബന്ധിപ്പിക്കുന്നത്. അതെ, അത് ഈ അവസരം എത്രത്തോളം സിമ്പിളും ശക്തവുമാണെന്ന് കാണിക്കുന്നു. എക്സാക്ട്ലി. പണത്തേക്കാൾ ഉപരി ആ സ്വാതന്ത്ര്യത്തിനാണ് പലരും വില കൽപ്പിക്കുന്നത്. ഇപ്പോൾ സന്തോഷ് യാദവിന് വ്യക്തിപരമായ വിജയങ്ങൾക്കപ്പുറം പുതിയൊരു ലക്ഷ്യം കൂടിയുണ്ടെന്ന് വീഡിയോ പറയുന്നുണ്ട്. എന്താണത്? തന്റെ ജീവിതം മാറിയതുപോലെ ഈ രാജ്യത്തെ ഓരോ ഗ്രാമങ്ങളിലും ഓരോ വീട്ടിലും, പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ നേരിടുന്ന ചെറുപ്പക്കാർക്കിടയിലും വെസ്റ്റീജിന്റെ ഈ ലളിതമായ അവസരം എത്തിക്കുക. കൊള്ളാം. ഒരു സാധാരണക്കാരന് അസാധാരണക്കാരനാകാൻ കഴിയുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. അതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ദൗത്യം. ഇവിടെ കഥയുടെ ഗതി മാറുന്നത് ശ്രദ്ധിച്ചോ? വ്യക്തിപരമായ വിജയത്തിൽ നിന്ന് അതൊരു സാമൂഹിക ദൗത്യത്തിലേക്ക് വളരുകയാണ്. ശരിയാണ്. ഇത് വളരെ മികച്ചൊരാശയമാണ്. ഇത് കേൾക്കുമ്പോൾ ഈ ബിസിനസ് വെറും പണം സമ്പാദിക്കാനുള്ളൊരു മാർഗമല്ല, മറിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താനും അവരെ സഹായിക്കാനുമുള്ളൊരു വഴിയാണെന്ന് തോന്നും. ഇത് ആളുകൾക്കൊരു വലിയ പ്രചോദനം നൽകും. അതെ, അദ്ദേഹം വെസ്റ്റീജിനെക്കുറിച്ച് വളരെ അഭിമാനത്തോടെയാണ് സംസാരിക്കുന്നത്. 20 വർഷം പൂർത്തിയാക്കിയ ഒരു ഇന്ത്യൻ കമ്പനിയാണ് വെസ്റ്റീജ് എന്നതിൽ അദ്ദേഹത്തിന് വലിയ അഭിമാനമുണ്ട്. തനിത്തങ്കമെന്നും തന്റെ അഭിമാനമെന്നുമൊക്കെയാണ് അദ്ദേഹം വെസ്റ്റീജിനെ വിശേഷിപ്പിക്കുന്നത്. തനിക്ക് കിട്ടിയ ഈ അവസരം മറ്റുള്ളവർക്കും ലഭിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാം. വെസ്റ്റീജ് ഒരു ഇന്ത്യൻ കമ്പനിയാണെന്ന് എടുത്തു പറയുന്നതിലൂടെ ഒരുതരം ദേശീയ അഭിമാനബോധം ഉണർത്താനും സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടി മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കൂടിയാണ് എന്നൊരു വലിയ ചിന്ത അതിലൂടെ കൈവരുന്നു. ഒരാൾക്ക് താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടുതൽ അർത്ഥം കണ്ടെത്താൻ ഇത് സഹായിക്കും. ശരിയാണ്. വ്യക്തിപരമായ നേട്ടത്തിനപ്പുറം വലിയൊരു ലക്ഷ്യത്തിന്റെ ഭാഗമാണ് താനെന്ന് തോന്നുമ്പോൾ ജോലി ചെയ്യാനുള്ള താൽപ്പര്യവും കൂടും. അപ്പോൾ നമ്മളിന്ന് വിശകലനം ചെയ്ത സന്തോഷ് യാദവിന്റെ കഥ വളരെ ലളിതവും എന്നാൽ അതിശക്തവുമാണ്. അതെ. കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് കോടികളുടെ ആസ്തിയിലേക്കുള്ള ഒരു യാത്ര. ആ യാത്രയുടെ പൂർണ്ണമായ വിജയത്തിന് കാരണം വെസ്റ്റീജ് എന്ന അവസരം കൃത്യസമയത്ത് ഉപയോഗിച്ചതുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നു. തീർച്ചയായും. ഈ കഥ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം പ്രതീക്ഷയാണ്.
ജീവിതത്തിൽ എത്രയൊക്കെ പിന്നിലാണെങ്കിലും ശരിയായ അവസരം കണ്ടെത്തി അത് പ്രയോജനപ്പെടുത്തിയാൽ ആർക്കും വിജയിക്കാൻ സാധിക്കും എന്ന വലിയൊരു സന്ദേശം ഈ വീഡിയോ നൽകുന്നുണ്ട്. അതെ, വലിയ വിദ്യാഭ്യാസമോ സാമ്പത്തിക പശ്ചാത്തലമോ ഇല്ലാതെ തന്നെ വിജയിക്കാൻ കഴിയുന്ന ലളിതമായ ഒരു വഴിയുണ്ടെന്ന് ഈ കഥ നമ്മളോട് പറയുന്നു. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രോതാക്കൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം നൽകാം. സന്തോഷ് യാദവിന്റെ കഥ നമ്മൾ കേട്ടു. ഒരു അവസരം എങ്ങനെയാണ് ഒരാളുടെ ജീവിതം മാറ്റിമറിക്കുന്നതെന്ന് കണ്ടു. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്. എന്താണത്? ഒരു വ്യക്തിയുടെ സാമ്പത്തിക വിജയത്തിനപ്പുറം അവരുടെ ലക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകുമ്പോൾ ആ വിജയത്തിന് എന്ത് മൂല്യമാണ് കൈവരുന്നത്? അതെ, സന്തോഷ് യാദവിനെ പോലെ തനിക്ക് വിജയിക്കാൻ അവസരം തന്ന ഒരു സംവിധാനത്തിലൂടെ മറ്റുള്ളവരെയും വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുമ്പോൾ അത് കേവലം ഒരു ബിസിനസ് എന്നതിലുപരി ഒരു സാമൂഹിക ഉത്തരവാദിത്വമായി മാറുന്നില്ലേ? നല്ലൊരു ചോദ്യമാണ്. അതേക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ.